രാമ ഫോർട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഒരു പാടം നമ്മുടെ കണ്ണിൽ പെട്ടത്. ഇതിന്റെ ആ ഒരു ഭംഗിയും ഞാറുനടലും ഒക്കെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി അറിയാതെ നിന്നുപോയി. സാധാരണ ഞാൻ മാർബിളൊക്കെ വീടിന്റെ തറയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു ടെമ്പിൾ മൊത്തം മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് ബിർല രാധാകൃഷ്ണ മന്ദിരാണ്. രാത്രി വെട്ടമൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇത് ഗോൾഡൻ കളറിൽ കാണാത്രേ. ഈ ഗോവയിൽ എവിടെ കാലെടുത്ത് വെച്ചാലും ബീച്ചും ഫോർട്ടും കള്ളും മാത്രമേ ഉള്ളല്ലോ. അതായത് നമ്മൾ രാമ ഫോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഈ കോൾവ ബീച്ച് കണ്ടത്. നേരത്തെ കണ്ട ബീച്ചുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ബീച്ചിന് ഇച്ചിരി വൃത്തി കൂടുതലായിരുന്നു. ഞാനതുകൊണ്ട് ഓടി നടന്ന് റീൽസ് എടുക്കുമായിരുന്നു. അവിടുന്ന് നേരെ വടക്കോട്ട് നോക്കിയപ്പോ കുറച്ച് ആൾക്കാരെ എന്തൊക്കെയോ ഒരു മരത്തിന്റെ അടിയിൽ നിന്ന് പറക്കുന്നു. എന്താണെന്നറിയാൻ വേണ്ടി ചെന്ന് നോക്കി കഴിഞ്ഞപ്പോ രുദ്രാക്ഷം പോലെ ഒരു തരം കായ. ഇനി ഇവിടുത്തെ വല്ല ആചാരമാണോ ഇത് പറക്കല്? എന്തായാലും നമ്മൾ രണ്ടെണ്ണം പറക്കി നോക്കി, എന്നിട്ട് അതങ്ങ് എറിഞ്ഞു കളഞ്ഞു. ധൻഷേൻ നോർത്ത് ഗോവ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സൗത്ത് ഗോവയാണ്. ഓൾഡ് ഗോവ എന്ന് പറയുന്നതിന്റെ കാരണം ഇപ്പോഴല്ലേ മനസ്സിലായത്. എവിടെ നോക്കിയാലും അങ്ങ് പ്രകൃതി ഭംഗിയാന്നേ. ഈ തണൽ മരങ്ങളൊക്കെ ഒരു മതിൽ കൊണ്ട് പോലും കെട്ടിത്തിരിക്കാത്തുള്ള ഒരു പള്ളിയുടെ കോമ്പൗണ്ട് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റെ കോമ്പൗണ്ട് ആണ്. പക്ഷെ ഈ വഴിക്ക് പോകുന്ന ആർക്ക് വേണമെങ്കിലും ഇവിടെ കയറിയിരിക്കാട്ടോ, ആരും ഇറക്കി വിടില്ല. ഇത്ര നേരം സൂര്യൻ കത്തി നിൽക്കുമായിരുന്നേ. രാമഫോർട്ടിന്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ദേ പെയ്യണു മഴ. വളരെ അൺഎക്സ്പെക്ടഡ് ആയതുകൊണ്ട് നന്നായിട്ട് നനഞ്ഞു. രാമഫോർട്ടിലോട്ട് കയറുന്ന വഴിക്ക് ഒരു പള്ളിയുണ്ടേ. ഈ പള്ളി കടന്നു കഴിയുമ്പോൾ കുറച്ച് പീരങ്കിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടേക്കുന്ന കാണാം. എന്തടേ പീരങ്കിക്കൊന്നും ഒരു വിലയില്ലേ? ഫോർട്ടിന്റെ മുകളിൽ നിൽക്കുമ്പോ ഇത് മൊത്തം പൊളിഞ്ഞെടുക്കുമെന്ന് തോന്നുമെങ്കിലും ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, അയ്യോ, ഇതിനു വേണ്ടി നമുക്ക് ഇവിടം വരെ കയറുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത്ര ഭംഗിയായിട്ടുണ്ട്. എന്റെ ഫോണിന്റെ വാട്ടർ ടെസ്റ്റ് ആണ് കേട്ടോ ഇപ്പൊ നടക്കുന്നേ. ഈ ഒരു വ്യൂ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാലേ എനിക്ക് ഈ ഫോൺ. ഫോർട്ടിന് താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ അതിലും ഭംഗി. ഇങ്ങനെ ഈ അലയടിക്കുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളേ ഇത്തിരി ചെളി പോലെ വരുന്നേ. അതിനപ്പുറത്ത് മുഴുവൻ നല്ല ഭംഗിയുള്ള നീല കളറ് വെള്ളമാണ്. ഞാൻ ചില ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ ഇത് കണ്ടിട്ടുള്ളൂ. അപ്പോഴൊക്കെ ഇത് എഡിറ്റിംഗും ഗ്രാഫിക്സും ആണെന്നായിരുന്നു എന്റെ വിചാരം. പക്ഷെ നേരിട്ട് കണ്ടപ്പോ ഉണ്ടല്ലോ, പറയാനൊരു വാക്ക് പോലും കിട്ടുന്നില്ല. അത്ര ഭംഗി. ഞാൻ ഓടി നടന്ന് ഈ കല്ലൊക്കെ വാരിയെടുക്കണ വെറുതെയാണ് കേട്ടോ. കണ്ടപ്പോ ഒരു കൗതുകം. പിന്നെ ആ കല്ലുകളൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നേ. ഈ പോകുന്ന ആശാനം നിങ്ങൾ കണ്ടോ? തൊട്ടപ്പുറത്തുണ്ടായിരുന്ന മതില് അതിസാഹസികമായി തലകൊണ്ട് ഇടിച്ച് തകർത്തിട്ടിട്ട് പോകുന്ന പോക്കാണ് കേട്ടോ. അതുകൊണ്ട് അധികം ധൈര്യം പരീക്ഷിക്കാതെ നമുക്ക് അങ്ങ് പോയേക്കാം. ഇന്ന് നമുക്ക് തിരിച്ചു പോകേണ്ട ദിവസം ആയതുകൊണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് വന്നേ. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയണത് ഫ്ലൈറ്റ് 3 മണിക്കൂർ ഡിലേ അത്രേ. ഞങ്ങളുടെ ഫ്ലൈറ്റ് മാത്രമല്ല, എല്ലാ ഫ്ലൈറ്റും ഡിലേഡ് ആയിരുന്നേ. അതുകൊണ്ട് എല്ലാരും ഫോണൊക്കെ കുത്തി ഇങ്ങനെ ഇരിക്കുകയാണേ. അങ്ങനെ നമ്മൾ കൊച്ചി എയർപോർട്ടിലെത്തി. ഇവിടെ ഒരാൾ വന്നിറങ്ങിയപ്പോ തന്നെ ട്രോളി നാളി മുന്നിൽ ഓടി ഓടി പോകുന്നുണ്ട്. എന്നെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ടുള്ള പരിചയം പോലും ഇല്ലാന്ന് തോന്നണേ. നമ്മൾ കാർ പാർക്കിങ്ങിൽ ഇട്ടായിരുന്ന സമയത്ത് കാർ നല്ല പൊടി പിടിച്ചായിരുന്നിരുന്നായിരുന്നേ. എന്നാലും ഇത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എങ്ങനെ ഇത്ര വൃത്തിയായി? അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തി. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വൈൻ ഷോപ്പിൽ കയറിയ ദിവസം മേടിച്ചതായിരുന്നേ.